പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് ക്ലാസ് 5 EVSൻ്റെ ചാപ്റ്റർ 7 എക്സ്പെരിമെൻറ്റ്സ് വിത്ത് വാട്ടർ എന്ന ലെസണാണ് പഠിക്കുന്നത്. വെള്ളം കൊണ്ടുള്ള കുറേ പരീക്ഷണങ്ങൾ. വാട്ട് ഫ്ലോട്ട്സ്, വാട്ട് സിങ്സ്. ഏതാണ് പൊങ്ങിക്കിടക്കുന്നത്, ഏതാണ് താണു പോകുന്നത്. ഐഷ വാസ് വെയിറ്റിംഗ് ഫോർ ഡിന്നർ. ഐഷ അത്താഴം കഴിക്കാൻ കാത്തിരിക്കുകയാണ്. ടുഡേ അമ്മി വാസ് മേക്കിംഗ് ഹെർ ഫേവറേറ്റ് ഫുഡ്. ഇന്ന് അമ്മ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്? പൂരി ആൻഡ് സ്പൈസി പൊട്ടറ്റോസ്. എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പൂരിയും പൊട്ടറ്റോ സബ്ജിയും. ആയിഷ വാച്ച്ഡ് ആസ് ഹെർ മദർ റോൾഡ് ഔട്ട് ദ പൂരി ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ഹോട്ട് ഓയിൽ. ആയിഷ നോക്കിയിരിക്കുകയായിരുന്നു. അമ്മ ആ പൂരി ഉരുട്ടി പരത്തി അത് ഹോട്ട് ഓയിലിലേക്ക്, നല്ല തിളച്ച ചൂടുള്ള എണ്ണയിലേക്ക് ഇടുന്നത്. ഷി സോ ദാറ്റ് അറ്റ് ഫാസ്റ്റ് ദ പൂരി സാങ് ടു ദ ബോട്ടം ഓഫ് ദ പാൻ. ആദ്യം നോക്കിയപ്പോൾ ആ പൂരി ആ പാനിൻ്റെ, ആ പാത്രത്തിന്, എണ്ണ ഒഴിച്ച പാത്രത്തിന് അടിയിലേക്ക് പോയി. ആസ് ഇറ്റ് പഫ്ഡ് അപ്പ്, അത് പൊള്ളി വന്നപ്പോഴോ ദ പൂരി കെയിം അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് ഫ്ലോട്ടിങ് ഓൺ ദ ഓയിൽ. ഓയിലിൽ പൊങ്ങിക്കിടക്കുമായിരുന്നു. സാധാരണ പൂരി റോൾ ചെയ്യുന്നതിന് ഇങ്ങനെയാണ്, ഇനിയും അത് ഫ്ലോട്ട് ചെയ്യുന്നത് ഇങ്ങനെയല്ലേ. അതായത് എണ്ണയ്ക്കകത്ത് മുരിഞ്ഞ് വന്നു കഴിയുമ്പം ഇങ്ങനെ എണ്ണയ്ക്ക് മുകളിൽ പൊന്തിക്കിടക്കും. വൺ പൂരി ഡിഡ് നോട്ട് പഫ് അപ്പ് ആൻഡ് ഡിഡ് നോട്ട് ഫ്ലോട്ട് ലൈക്ക് അതേഴ്സ്. ഒരു പൂരിയാണെങ്കിൽ എന്ത് ചെയ്തു? പൊള്ളി വന്നില്ല, അത് എണ്ണയ്ക്കടിയിൽ തന്നെ കിടന്നു. ഓൺ സീയിങ് ദിസ് ഐഷ ടുക്ക് സം ഡവ് ആൻഡ് റോൾഡ് ഇൻ ടു ദ ബോൾ. ഇത് കണ്ടപ്പോൾ ഐഷ എന്ത് ചെയ്തു? കുറച്ച് മാവെടുത്ത് ഇങ്ങനെ ഉരുട്ടി ചെറിയ ബോൾസ് ആക്കി. ഷി ഫ്ലാറ്റൻഡ് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ബൗൾ ഓഫ് വാട്ടർ. എന്നിട്ട് ഇതുപോലെ പരത്തി ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഇട്ടു. അലാസ്, വളരെ കഷ്ടം. ഇറ്റ് സാങ് ടു ദ ബോട്ടം ആൻഡ് സ്റ്റേഡ് ദെയർ. എന്ത് പറ്റി? അത് താഴെ ആ ബൗളിലെ വെള്ളത്തിൽ പാത്രത്തിൻ്റെ അടിയിലായിട്ട് കിടന്നു. തിങ്ക് വാട്ട് വുഡ് ഹാപ്പൻ ഇഫ്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? ആയിഷ പുട്ട് എ പഫ് പൂരി ഇൻ എ ബൗൾ ഓഫ് വാട്ടർ. ആയിഷ ഈ പൊള്ളി വന്ന പൂരി ഒരു പാത്രത്തിലെ വെള്ളത്തിലിട്ടു. വുഡ് ഇറ്റ് സിങ്ക് ഓർ ഫ്ലോട്ട്. അത് താണു പോകുമോ അതോ പൊങ്ങിക്കിടക്കുമോ? ദ പൂരി വുഡ് ഫ്ലോട്ട്. അതായത് പൂരി എന്താവും? ഫ്ലോട്ട് ചെയ്യും, പൊങ്ങിക്കിടക്കും. യു പുട്ട് എ സ്റ്റീൽ പ്ലേറ്റ് ഓൺ വാട്ടർ. വാട്ടറിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ വാട്ടർ എടുത്ത് ഇതുപോലെ ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിലെടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. മുകളിൽ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെക്കുക. വുഡ് ഇറ്റ് സിങ്ക്. അത് താണു പോകുമോ? ഓർ ഫ്ലോട്ട്, പൊങ്ങിക്കിടക്കുമോ? വാട്ട് വുഡ് ഹാപ്പൻ ടു ദ സ്പൂൺ. അതേസമയം ഈ സ്റ്റീൽ പ്ലേറ്റിന് പകരം ഒരു സ്പൂണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇഫ് ഐ പുട്ട് ദ സ്റ്റീൽ പ്ലേറ്റ് കെയർഫുള്ളി ഓൺ വാട്ടർ ഇറ്റ് വുഡ് ഫ്ലോട്ട്. സ്റ്റീൽ പ്ലേറ്റ് വളരെ പതിയെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വെള്ളത്തിലേക്ക് വെച്ച് അത് പൊങ്ങിക്കിടക്കും. ബട്ട് ദ സ്പൂൺ വുഡ് സിങ്ക്. പക്ഷേ സ്പൂണോ അടിഞ്ഞു പോകും, വെള്ളത്തിനടിയിലേക്ക് പോകും. വുഡ് ദ ക്യാപ്പ് ഓഫ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ സിങ്ക് ഓർ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഒരു ബോട്ടിലിൻ്റെ, പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പ് അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുമോ അതോ പൊങ്ങിക്കിടക്കുമോ? എന്തു ചെയ്യും? ദ ക്യാപ്പ് ഓഫ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ വുഡ് ഫ്ലോട്ട് ഓൺ വാട്ടർ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാം. ഇൻ ദ ഈവനിങ് ആയിഷ വെൻറ്റ് ഫോർ എ ബാത്ത്. ആയിഷ വൈകുന്നേരമായപ്പോൾ എന്ത് ചെയ്തു? കുളിക്കാൻ പോയി. ഷീ ഹാഡ് ജസ്റ്റ് കം ഔട്ട് വെൻ ഹെർ മദർ കോൾ. അമ്മ വിളിച്ചപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. ഐഷ യു ഹാവ് ഡ്രോപ്പ് ദ സോപ്പ് ഇൻ ദ വാട്ടർ അഗെയിൻ. നീ പിന്നെ ആ വെള്ളത്തിൽ സോപ്പ് ഇട്ടോ. ടേക്ക് ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ സോപ്പ് കേസ്. അതെടുത്ത് സോപ്പ് പെട്ടിക്കകത്ത് വെക്ക്. ഐഷ വാസ് ഇൻ ഹറി ആൻഡ് ദ സോപ്പ് കേസ് ഫെൽ ഔട്ട് ഹെർ ഹാൻഡ്. അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ പെട്ടെന്ന് അവൾ സോപ്പ് കേസ് എടുത്ത് അതിനകത്തിൽ സോപ്പ് വെക്കാൻ വേണ്ടി സോപ്പ് കേസ് എടുത്തപ്പോൾ എന്ത് പറ്റി? അത് താഴെ എവിടേക്ക് വീണു? വെള്ളത്തിലേക്ക് വീണു. ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് വീണു. സ്റ്റാർട്ടഡ് ഫ്ലോട്ടിങ് ഓൺ വാട്ടർ. നോക്കിയപ്പോൾ ആ സോപ്പ് കേസ് എന്ത് ചെയ്തിരിക്കുന്നു? വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ഐഷ ജെൻലി പുട്ട് ദ സോപ്പ് ഇൻ ദ സോപ്പ് കേസ്. ഐഷ എന്ത് ചെയ്തു? ആ സോപ്പ് എടുത്ത് പതിയെ ആ സോപ്പ് പെട്ടിക്കകത്തേക്ക് വെച്ചു. ഷീ സോ ദാറ്റ് ദ കേസ് കണ്ടിന്യൂ ടു ഫ്ലോട്ട്. ആ സോപ്പ് അതിനകത്ത് ഇരുന്നിട്ടും ആ സോപ്പ് പെട്ടി പൊങ്ങി തന്നെ ഇരുന്നു. ഈവൻ വിത്ത് ദ സോപ്പ് ഇൻ ഇറ്റ്. ഹാവ് യു സീൻ ദാറ്റ് സം തിങ്സ് ഫ്ലോട്ട് ഓൺ ദ വാട്ടർ വൈൽ അതേഴ്സ് സിങ്ക്. ചിലതുണ്ടല്ലോ, ചില സാധനങ്ങൾ ഫ്ലോട്ട് ചെയ്യും, ചിലത് അത്
സിങ്ക് ആവും, അതായത് താണു പോവുകയും ചെയ്യും. ഹൗ ദിസ് ഹാപ്പൻ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇഫ് ദ ഡിസ്പ്ലേസ്ഡ് വാട്ടർ ഈസ് മോർ ദാൻ ദ വെയ്റ്റ് ഓഫ് എ തിങ് ദെൻ ദ തിങ്സ് ഫ്ലോട്ട്, അതർവൈസ് ഇറ്റ് സിങ്ക് ഇൻ വാട്ടർ. ഡിസ്പ്ലേസ്ഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോകുന്ന അല്ലെങ്കിൽ മാറുന്ന വെള്ളം എന്നാണ് അർത്ഥം. എന്തു മാറുന്നേ? സപ്പോസ് നമ്മൾ ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, നമ്മളൊരു സീറ്റ് ഇരിക്കുക. ആ സീറ്റിലേക്ക് വേറൊരാൾ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിൽ നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണം അല്ലേ, അതല്ലെങ്കിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലേ അടുത്ത ഒരാളിനോട് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ആ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ വെള്ളം അത് നിറച്ചുണ്ട്. അപ്പോൾ ഈ സാധനം ഇരിക്കുന്ന അത്രയും സ്ഥലത്തെ വെള്ളം പതിയെ മാറിക്കൊടുക്കും. അങ്ങനെ മാറിക്കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണത് ആ ഒബ്ജക്റ്റ് അവിടെ ഇരിക്കുന്നത്, ഏതെങ്കിലും ഒരു സാധനം. ഇനി ആ മാറിക്കൊടുക്കുന്ന വെള്ളത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ സാധനത്തിൻ്റെ വെയിറ്റിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ആ സാധനം പൊങ്ങിക്കിടക്കും. ദാറ്റ് മീൻസ് മാറുന്ന വെള്ളത്തിനാണ് വെയിറ്റ് കൂടുതലെങ്കിൽ സാധനം പൊങ്ങിക്കിടക്കും. അതേസമയം സാധനത്തിനാണ് വെയിറ്റ് കൂടുതലെങ്കിൽ ആ സാധനം താണ വെള്ളത്തിനടിയിലേക്ക് പോകും. Here is a poem. The poem here raises such questions. ഇത്തരം ക്വസ്റ്റ്യൻസ് പറയുന്ന ഒരു പോയം നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് നോക്കി, ഇതൊരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്ലസ് ഗ്യാസ്, അതായത് ലിക്വിഡോ ഗ്യാസിനോ നമ്മൾ ഫ്ലൂയിഡ് എന്ന് ഒറ്റ വാക്കി പറയും. ഇത് വാട്ടറാണെന്ന് വിചാരിക്കുക, വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മളൊരു ബോൾ ഇട്ടു, അതാണ് ഒബ്ജക്റ്റ് ഇവിടുത്തെ. ഈ ബോൾ ഇടുമ്പോൾ കണ്ടോ, ഇത്രയും സ്ഥലത്തെ വെള്ളം, അതായത് ഈ ബോൾ ഇരിക്കുന്ന അത്രയും സ്ഥലത്തെ വെള്ളം അങ്ങോട്ട് മാറിക്കൊടുക്കും രണ്ട് സൈഡിലേക്ക്. അത്രയും സ്ഥലത്ത് മാറിക്കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് ആ ബോൾ വന്ന് ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഈ ഡിസ്പ്ലേസ് ചെയ്യുന്ന, അതായത് ഈ മാറിക്കൊടുക്കുന്ന വെള്ളത്തിൻ്റെ വെയിറ്റാണ് കൂടുതലെങ്കിൽ ഒബ്ജക്റ്റ് പൊങ്ങിക്കിടക്കും. അതേസമയം ഒബ്ജക്റ്റിനാണ് വെയിറ്റ് കൂടുതലെങ്കിൽ, ഇതിനാണ് വെയിറ്റ് കൂടുതലെങ്കിൽ, മാറിയ വെള്ളത്തിന് വെയിറ്റ് കുറവാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? താഴോട്ട് പോകും. ഇവിടെ നമുക്കൊരു ടേം ഉണ്ട്, ബേൺ ഫോഴ്സ്. ബേൺ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദ അപ്വേർഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ബൈ എ ഫ്ലൂയിഡ് ഈസ് കോൾഡ് ബേൺ ഫോഴ്സ്. അതായത് ഈ സാധനം, അതിൽ നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റ് താഴോട്ട് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, ശരിയല്ലയോ? താഴോട്ടൊരു ബലം പ്രയോഗിക്കുമ്പോൾ ഈ വെള്ളം, ഇത് വാട്ടർ ആണല്ലോ, ഈ വാട്ടർ ഇതിനെ മുകളിലേക്ക് തള്ളുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ സീറ്റിൽ നിന്ന് എണീക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിക്കുക. പക്ഷെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് എൻ്റെ സീറ്റിൽ തന്നെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ പുള്ളി ചെയ്ത് മാറണം, അല്ലേ? എന്നെ തള്ളി മാറ്റണം. അപ്പം ഞാൻ എന്തോ ചെയ്യും? എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ തിരിച്ച് തള്ളും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഈ ഒബ്ജക്റ്റ് താഴേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ എന്തോ ചെയ്യുന്നത്? ഈ വെള്ളം മുകളിലേക്ക് തള്ളും. ഈ മുകളിലേക്ക് ഈ വെള്ളം തള്ളുന്ന ഫോഴ്സിന്, ബലത്തിനാണ് നമ്മൾ ബേൺ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ബേൺ ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ബേൺ ഫോഴ്സ് കൂടുതലാണ്, ഒബ്ജക്റ്റ് ഫ്ലോട്ട് ചെയ്യും. അതേസമയം ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ആണ് കൂടുതലെങ്കിൽ ഇത് സിങ്ക് ചെയ്യും. മനസ്സിലായല്ലോ? when the weight of an object is more than the burn force എന്ന് പറഞ്ഞാൽ ഈ വെള്ളം മുകളിലേക്ക് തള്ളുന്ന ഫോഴ്സ്, ബലം. ഈ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിനെക്കാട്ടിൽ ബേൺ ഫോഴ്സ് ആണ് വലുതെങ്കിൽ ദ ഒബ്ജക്റ്റ് വിൽ സിങ്ക്. അതായത് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് ആണ് കൂടുതൽ. when the weight of the object is more than, ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കൂടുതലാണെങ്കിൽ ബേൺ ഫോഴ്സ് കുറവാണ്. അതായത് ബേൺ ഫോഴ്സിനെക്കാട്ടി കൂടുതലാണ് ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ സാധനം മുങ്ങിപ്പോവും. ഇനി തിരിച്ചാണെങ്കിലോ, when the weight of an object is less than, സാധനത്തിൻ്റെ വെയിറ്റ് കുറവാണ്, നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്ന സാധനത്തിൻ്റെ വെയിറ്റ് കുറവാണ്, ബേൺ ഫോഴ്സ് മുകളിലേക്കുള്ള തള്ളൽ കൂടുതലുമാണെങ്കിൽ ദ ഒബ്ജക്റ്റ് വിൽ ഫ്ലോട്ട്. ഓക്കെ. വൈ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്നാണ്. എ വുഡൻ ബോട്ട് ഇൻ എ വാട്ടർ വിൽ ഫ്ലോട്ട്. ഒരു തടിയുടെ ബോട്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നു. ബട്ട് എ നീഡിൽ വിൽ സിങ്ക്. പക്ഷേ ഒരു സൂചി താണു പോകുന്നു. വൈ ഡസ് ഇറ്റ് ഹാപ്പൺ? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ലെറ്റ് മീ തിങ്ക്. നമുക്ക് ആലോചിക്കാം.
ആൻ അയൺ ഷിപ്പ് വിൽ ഓൾസോ ഫ്ലോട്ട്. നീഡിലും അയൺ കൊണ്ടാണ്, ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഷിപ്പും അയൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഷിപ്പ് എന്താണ്, പൊങ്ങിക്കിടക്കുന്നു. നീഡിലോ താണു പോകുന്നു. ദോ ഇറ്റ്സ് മച്ച് ഹെവിയർ ദാൻ മൈ ബോട്ട്. ബോട്ടിനെക്കാട്ടിൽ വലുതാണ് ഷിപ്പ്, എന്നിട്ടും ഷിപ്പ് പൊങ്ങിക്കിടക്കുന്നു. ബട്ട് എ നീഡിൽ ലൈറ്റ് ആസ് എ ലീഫ്. പക്ഷേ ഒരു സൂചിയോ ഒരു വളരെ ഇലയുടെ കൂട്ട് ഭാരക്കുറവുള്ളത്. തിൻ ആസ് എ പിൻ, ഒരു സൂചിമന പോലെ കനം കുറഞ്ഞത്. വിൽ സിങ്ക് റൈറ്റ് ഇൻ, ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അത് താണു പോകുന്നു. വൈ ഡസ് ഇറ്റ് ഹാപ്പൻ, ലെറ്റ് മീ തിങ്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നോക്കിയേ, ഇവിടെ നമുക്കൊരു ഷിപ്പിൻ്റെ പിക്ചറുണ്ട്. ഈ ഷിപ്പിൻ്റെ പിക്ചറിൽ കുറച്ച് ഭാഗം വെള്ളത്തിനടിയിലേക്ക് പോയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇത്രയും ഭാഗമാണ് വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തെ വെള്ളമാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ശരിയല്ലേ? നമ്മളങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും ഒരു വസ്തുവിന് ഇരിക്കാൻ വെള്ളത്തിലേക്ക് അത് വരുമ്പോൾ അത്രയും ഭാഗത്തെ വെള്ളം മാറിക്കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്തെ വെള്ളം മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൂചിയാണെന്ന് വെച്ചോ, സൂചി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എന്താ, ഒരു കുഞ്ഞ് സ്പേസിലെ വെള്ളം മാത്രം മാറിയാൽ മതി, ശരിയല്ല? പക്ഷെ ഷിപ്പാണേലോ ഇത്രയും സ്പേസിൽ വെള്ളം മാറണം, ശരിയല്ലേ? ഇത്രയും അവസ്ഥ ഡിസ്പ്ലേസ് ചെയ്തെങ്കിൽ മാത്രമേ ഷിപ്പിനവിടെ നിൽക്കാൻ പറ്റൂ. ഫ്ലോട്ടിംഗ് ആൻഡ് സിങ്കിങ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ ഏരിയ, വിസ്തീർണം എന്ന് പറയുന്നതാണ് ഇത് മൊത്തം ഉള്ള ഇത്രയും ഭാഗം വെള്ളത്തിനടിയിൽ പോകുന്നത്. ഫ്ലോട്ടിംഗ് ആൻഡ് സിങ്കിങ് ഓൺ ഒബ്ജക്റ്റ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരു സാധനത്തിൻ്റെ ഏരിയ അനുസരിച്ചാണ് ഒരു സാധനം ഫ്ലോട്ട് ചെയ്യുമോ സിങ്ക് ചെയ്യുമോ എന്നറിയുന്നത്. വെൻ ഏരിയ ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് മോർ, അതായത് ഇത് ഏരിയ, വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുന്ന ഏരിയ കൂടുതലാണെങ്കിൽ ബേൺ ഫോഴ്സ് വിൽ ബി മോർ. അപ്പോൾ കൂടുതൽ വെള്ളം ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ബേൺ ഫോഴ്സ് കൂടുന്നു, കണ്ടോ, ഫോഴ്സ് കൂടുതലാണ്. സോ ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ഫ്ലോട്ട്. ഈ സാധനം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ദ ഏരിയ ഓഫ് ദ നീഡിൽ ഈസ് സ്മോൾ കമ്പയർഡ് ടു ഇറ്റ്സ് വെയിറ്റ്, സോ ഇറ്റ് വിൽ സിങ്ക്. അതേസമയം ഒരു സൂചിയാണെങ്കിലോ അതിൻ്റെ ഏരിയ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ ബേൺ ഫോഴ്സും വളരെ കുറവായിരിക്കും, അതെന്ത് ചെയ്യും, താഴേക്ക് പോവും. ദ ഏരിയ ഓഫ് ദ ഷിപ്പ് ഈസ് ഹയർ കമ്പയർഡ് ടു ദ വെയിറ്റ് ഓഫ് ദ ഷിപ്പ്, സോ ഇറ്റ് വിൽ ഫ്ലോട്ട്. അതേസമയം ഷിപ്പിൻ്റെ ആണെങ്കിൽ വെയിറ്റ് നോക്കുമ്പോൾ എന്താണ്, ഡിസ്പ്ലേസ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ബേൺ ഫോഴ്സും കൂടുതലാണ്. അപ്പോൾ ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്താണ്, ബേൺ ഫോഴ്സ് കൂടും, അങ്ങനെയുള്ളത് ഫ്ലോട്ട് ചെയ്യും, പൊങ്ങിക്കിടക്കും. Do this and find out. Do this experiment in group of 4 friends. Each group will need a big pot filled with water and the things listed in the table. 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ ടേബിളിലുള്ള വസ്തുക്കളെല്ലാം എടുക്കണം. ഒപ്പം ഒരു പാത്രത്തിൽ, ഒരു പോട്ടിൽ വെള്ളവും വേണം. പുട്ട് ഈച്ച് തിങ് 1 by 1 ഇൻ വാട്ടർ ആൻഡ് ഒബ്സർവ്. ആ പോട്ടിലെ വെള്ളത്തിലേക്ക് ഈ ലിസ്റ്റിൽ തന്നിരിക്കുന്ന ഓരോ സാധനങ്ങളും ഇട്ട് നോക്കുക. റൈറ്റ് യുവർ ഒബ്സർവേഷൻ ഇൻ ടേബിൾ ഗിവൺ ഇൻ ദ നെക്സ്റ്റ് പേജ്. അടുത്ത പേജിൽ തന്നിരിക്കുന്നതിൽ ഒബ്സർവേഷൻ എഴുതണം. മാർക്ക് ടിക്ക് ഫോർ ദ തിങ്സ് ദാറ്റ് ഫ്ലോട്ട്. ഫ്ലോട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് ടിക്ക് മാർക്ക് കൊടുക്കണം. മാർക്ക് ഇൻറ്റു ഫോർ ദാറ്റ് സിങ്ക്. താണു പോകുന്ന, സിങ്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇൻറ്റു മാർക്കും കൊടുക്കണം. തിങ്സ് ടു ബി പുട്ട് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഇടേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ ഗെസ്ഡ് ബിഫോർ ഐ ഡിഡ് ഇറ്റ്. ഞാൻ ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണോ ചിന്തിച്ചിരുന്നത് അതിവിടെ എഴുതുക. ഐ സോ വെൻ ഐ ഡിഡ് ഇറ്റ്. ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എന്താണോ വേണ്ട അത് ഇവിടെ എഴുതുക. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എന്താണോ ചിന്തിച്ചത് അത് തനിയെ ചെയ്ത് നോക്കിയിട്ട് എഴുതുക. ഞാൻ ഈ ഭാഗം തരാം. ഐ സോ വെൻ ഐ ഡിഡ് ഇറ്റ്. ഫസ്റ്റ് വൺ, എം ടി ബൗൾ കട്ടോരി. അതായത് എം ടി ആയിട്ടുള്ള ഒരു പാത്രം, അതായത് ബൗള്. അതെങ്ങനെയാണ്, ഫ്ലോട്ട് ചെയ്യുമോ സിങ്ക് ചെയ്യുമോ? ചെയ്ത് നോക്കുമ്പോൾ അത് ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടിക്ക് ചെയ്യുക. ആഫ്റ്റർ പുട്ടിങ് 6 to 7 സ്മോൾ പെബിൾസ്. പെബിൾസ് മീൻസ് ചെറിയ കല്ലുകൾ.
6-7 കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് വെച്ചാലും അത് ഫ്ലോട്ട് ചെയ്ത് തന്നെ ഇരിക്കും. അയൺ നെയിൽ ഓർ പിൻ, സൂചി എങ്ങനെയാണ്? സിങ്ക് ചെയ്യും. ദെൻ മാസ്റ്റിക് ഫ്ലോട്ട് ചെയ്യും. എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ വിത്ത് ഇറ്റ്സ് ലിഡ് ക്ലോസ്ഡ് എങ്ങനെയാണ്? ഫ്ലോട്ട് ചെയ്യും. ബോട്ടിൽ ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ, അതും ഫ്ലോട്ട് ചെയ്യും. ബോട്ടിൽ ഫുൾ ഓഫ് വാട്ടർ, അങ്ങനെ ആകുമ്പോൾ എന്താണ്? ബോട്ടിലിന് വെയിറ്റ് കൂടുതലാണ്, എന്താണ്? ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളം വളരെ കുറവായിരിക്കും, ബേൺ ഫോഴ്സും കുറവായിരിക്കും, സോ അത് സിങ്ക് ചെയ്യും. അലൂമിനിയം ഫോയിൽ ഫ്രം മെഡിസിൻ പാക്കിംഗ്, മെഡിസിൻ ഉള്ള പാക്ക് ചെയ്യുന്ന അലൂമിനിയം ഫോയിൽ ഓപ്പൺ ആൻഡ് സ്പ്രെഡ് ഔട്ട്, നൂർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ചെയ്യും. പ്രസ്ഡ് ടൈലി ഇൻറ്റു ബോൾ, ബോളായിട്ട് വെച്ചാലോ? ബോളായിട്ട് വെച്ചാൽ അത് സിങ്ക് ചെയ്യും. ദെൻ ഇൻ എ കപ്പ് ഷേപ്പ്, കപ്പിൻ്റെ ഷേപ്പിൽ വെച്ചാലോ? ഫ്ലോട്ട് ചെയ്തിരിക്കും. ലാസ്റ്റ് വൺ സോപ്പ് കേസ്. സോപ്പ് കേസിന് എങ്ങനെയാണ്? സോപ്പ് കേസ് ഫ്ലോട്ട് ചെയ്യും. സോപ്പ് കേസ് ഫ്ലോട്ട് ചെയ്യും. നിങ്ങളിവിടെ ചെയ്യണം, ഈ ഭാഗത്ത് ചെയ്യണം. ആൻഡ് സോപ്പ് കേക്ക് ഓൺ എ സ്മോൾ പ്ലാസ്റ്റിക് പ്ലേറ്റ്, ചെറിയൊരു പ്ലാസ്റ്റിക് പ്ലേറ്റ് സോപ്പ് വെച്ചിരുന്നാലും അത് ഫ്ലോട്ട് ചെയ്യും. പീസ് ഓഫ് ഐസ് ആണെങ്കിലോ? സിങ്ക് ചെയ്യും. ഫൈൻഡ് ഔട്ട് ഫ്രം ദ അതർ ഗ്രൂപ്പ്സ് വിച്ച് തിങ്സ് ഫ്ലോട്ടഡ് ആൻഡ് വിച്ച് സാങ്ക് ഇൻ ദ വാട്ടർ. ഇനിയും ഓരോ ഗ്രൂപ്പിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഏതൊക്കെയാണ് ഫ്ലോട്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് സിങ്ക് ചെയ്യുന്നതെന്ന്. ആഫ്റ്റർ ഡൂയിങ് ദ എക്സ്പെരിമെൻറ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ അയൺ നെയിൽ എന്താ ചെയ്യുന്നത്? സിങ്ക് ചെയ്യുന്നു. ദെൻ കട്ടോരി ഫ്ലോട്ട് ചെയ്യുന്നു. ഐ തിങ്ക് ദിസ് ഹാപ്പൻ ബിക്കോസ്, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നോക്കാം നമുക്ക്. ബിക്കോസ് അയൺ നെയിൽ കുഡ് ഡിസ്പ്ലേസ് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ദാൻ വാട്ട് വാസ് ഡിസ്പ്ലേഡ് ബൈ ദ കട്ടോരി. കട്ടോരി ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എന്താണ്? വളരെ കുറച്ച് വെള്ളം മാത്രമേ നീഡിലിന് ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ദ എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ ഫ്ലോട്ടഡ്. എംപ്റ്റി പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താണ് ചെയ്യുന്നത്? ഫ്ലോട്ട് ചെയ്യുന്നു. ദ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ സാങ്ക്. വെള്ളം നിറച്ച കുപ്പി താണു പോകുന്നു. എന്താ കാര്യം? ബിക്കോസ് ദ ഫിൽഡ് ബോട്ടിൽ കുഡ് ഡിസ്പ്ലേസ് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ. വളരെ കുറച്ച് വെള്ളം മാത്രമേ അത് ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടത് താണു പോകുന്നു. കമ്പയർ ടു ഇറ്റ്സ് വെയിറ്റ്, അതിന് വെയിറ്റ് കൂടുതലാണ്. ദ അലൂമിനിയം ഫോയിൽ ഫ്ലോട്ടഡ് വെൻ ഇറ്റ് വാസ് സ്പ്രെഡ് ഔട്ട്. അത് സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഫ്ലോട്ട് ചെയ്യുന്നു. വെൻ പ്രസ്ഡ് ടൈറ്റ്ലി ഇൻറ്റു എ ബോൾ ഇറ്റ് സാങ്ക്. എന്നാലൊരു ബോൾ പോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇടുമ്പോൾ അത് താണു പോകുന്നു. ദിസ് മേ ഹാവ് ഹാപ്പൻ ബിക്കോസ് അലൂമിനിയം ഫോയിൽ സ്പ്രെഡ് ഔട്ട് കുഡ് ഡിസ്പ്ലേസ് മോർ വാട്ടർ കമ്പയർ ടു ദ വെയിറ്റ്. അപ്പോൾ അലൂമിനിയം ഫോയിൽ എന്ത് ചെയ്യുന്നു? കപ്പ് പോലെ ഇരുന്നുണ്ടെ നമ്മൾ കണ്ടതാണ്, കപ്പ് പോലെ വെച്ചാലും അത് ഫ്ലോട്ട് ചെയ്യും. പക്ഷേ ബോളായിട്ടിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് താണു പോകും. ഇറ്റ് ഈസ് മാജിക്. ഈസ് ഇറ്റ് എ മാജിക്? ഒരു മാജിക് ആണോന്നാണേ. വെൻ ഐഷ വോക്കപ്പ് ഇൻ ദ മോർണിംഗ്, ഐഷ രാവിലെ എണ്ണീറ്റു. അമ്മി ഹാഡ് ഫീവർ, അമ്മയ്ക്ക് എന്താണ്? പനിയാണ്. അബു മെയ്ഡ് സം ടീ ആൻഡ് വെൻ ടു ഗിവ് മെഡിസിൻ ടു അമ്മി. അബു എന്ത് ചെയ്തു? കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് മെഡിസിൻ കൊടുക്കാനായിട്ട് പോയി. ഹി ടോൾഡ് ഐഷ യു ബോയിൽ എഗ്. ഐഷയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുക? മുട്ട ബോയിൽ ചെയ്യുക. ആൻഡ് ഓൾസോ പുട്ട് സം സോൾട്ട് ഇൻ ദ വാട്ടർ. എന്ത് ചെയ്യണം? കുറച്ച് ഉപ്പും ആ വെള്ളത്തിൽ ഇടണം. ഏത് വെള്ളത്തിൽ? ബോയിൽ ചെയ്യുന്ന വെള്ളത്തിൽ. ഐഷ ടുക്ക് വാട്ടർ ഇൻ എ പോട്ട്. ബൈ മിസ്റ്റേക്ക് ഷീ പുട്ട് ടൂ മച്ച് സോൾട്ട് ഇൻ ദ വാട്ടർ. ഐഷ എന്ത് ചെയ്തു? വെള്ളം ഒരു പാത്രത്തിലെടുത്തു, പക്ഷേ ഉപ്പിട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. ഷീ സോ ദ എഗ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പോട്ട് കെയിം അപ്പ് എ ലിറ്റിൽ ആൻഡ് സ്റ്റാർട്ട് ടു ഫ്ലോട്ട് ഇൻ വാട്ടർ. അവൾ നോക്കിയപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന മുട്ട പൊന്തി വരുന്നത്, അതായത് പൊങ്ങി മുകളിലോട്ട് ഫ്ലോട്ട് ചെയ്ത് വരുന്നത് കണ്ടു. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ്, പുട്ട് എ ലെമൺ ഇൻ ഇറ്റ്. നൗ കീപ് putting salt in the water, half a spoon at a time, where you are able to float your lemon in water. ഇനി നിങ്ങൾ ഒരു ഗ്ലാസ്സിനകത്തിൽ ഇതുപോലെ നാരങ്ങ എടുക്കുക.
നാരങ്ങ എടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് വെള്ളം നിറച്ചിട്ട് അതിൽ നാരങ്ങ ഇട്ട് നോക്കുക. നാരങ്ങ ഇട്ട് നോക്കുമ്പം നമുക്കറിയാം നാരങ്ങയ്ക്ക് വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് എന്താണ്, അത് താഴേക്ക് പോകും. അതേസമയം ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇടുക. കുറച്ചേറെ സോൾട്ട് ഇട്ട് നല്ലപോലെ സ്റ്റിർ ചെയ്ത് ഇളക്കിയിട്ട് അതിലേക്കൊരു നാരങ്ങ ഇട്ടാൽ ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇത് സിങ്ക് ചെയ്യുന്നു, ഇത് ഫ്ലോട്ട് ചെയ്യുന്നു. മനസ്സിലായല്ലോ? ഈ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആവുന്നതെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? ദ വാട്ടർ ബിക്കം മോർ തിക്കർ. സോൾട്ടി വാട്ടർ, അതായത് സോൾട്ട് അതിലേക്ക് വീഴുമ്പോൾ ആ വെള്ളം കുറച്ചുകൂടി കട്ടിയുള്ളതായതുകൊണ്ട് എന്താകുന്നു, ആ സാധനം, അതായത് ലെമണ് പൊങ്ങിക്കിടക്കും. നെക്സ്റ്റ് ഈസ് ഡെഡ് സീ. ഡെഡ് സീയെ കുറിച്ചാണ് പറയുന്നത്. ഓൾ ഓഷ്യൻസ് ആൻഡ് സീ ഹാവ് സോൾട്ടി വാട്ടർ. എല്ലാ ഓഷ്യൻസും, എല്ലാ കടലുകൾക്കും മഹാസമുദ്രങ്ങൾക്കും എന്താണ്, സോൾട്ടി വാട്ടറാണ് ഉള്ളത്. ദ സോൾട്ടിയസ്റ്റ് ഓഫ് ഓൾ ഈസ് ഡെഡ് സീ. ഡെഡ് സീ ആണ്, അതായത് ചാവുകടലാണ് ഏറ്റവും കൂടുതൽ സോൾട്ടി ആയിട്ടുള്ള വാട്ടർ. ഹൗ സോൾട്ടി? ഇമാജിൻ 300 grams ഓഫ് സോൾട്ട് ഇൻ 1 liter ഓഫ് വാട്ടർ. 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് 300 gram സോൾട്ട് നമുക്ക് കിട്ടും. വുഡ് യു ബി ഏബിൾ ടു ഈവൻ ടേസ്റ്റ് സച്ച് സോൾട്ടി വാട്ടർ? നമുക്ക് അത്രയുള്ള വെള്ളം രുചിച്ച് നോക്കാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് സോൾട്ടിയാണ്. ഇറ്റ് വുഡ് ബി വെരി ബിറ്റർ. ഭയങ്കര ഉപ്പ് കൂടിയത് കഴിക്കും. ഇൻട്രസ്റ്റിംഗ്ലി, ഈവൻ ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് നോ ഹൗ ടു സ്വിം, she would not drown in the sea. She will float in the water as if lying down on it. നോക്കിയേ, നമുക്കിപ്പോൾ നീന്താൻ അറിയാത്ത ഒരാളും ഡെഡ് സീയിൽ, അതായത് ചാവുകടലിൽ ചെന്ന് വീണാൽ മരിക്കത്തില്ല, ഇതുപോലെ ഫ്ലോട്ട് ചെയ്ത് പൊങ്ങിക്കിടക്കുക. എന്താ കാര്യം? ബിക്കോസ് ഓഫ് ദിസ് സോൾട്ടി വാട്ടർ. റിമെമ്പർ ദ ലെമൺ യു ഫ്ലോട്ട് ഇൻ ദ സോൾട്ടി വാട്ടർ. നമ്മൾ ഒരു ലെമണിനെ നമ്മൾ സോൾട്ടി വാട്ടറിൽ നിർത്തിയില്ലേ, പൊങ്ങിക്കിടന്നില്ലേ, അതുപോലെ. വാട്ട് ഡിസോൾവ്, വാട്ട് ഡിഡ് നോട്ട്? ഏതാണ് ഡിസോൾവ് ആകുന്നത്, ഏതാണ് ഡിസോൾവ് ആകാത്തത്? ഡിസോൾവ് മീൻസ് അലിഞ്ഞു ചേരുക എന്നാണ് അർത്ഥം, അലിയുക. ഓൺ സൺഡേ ആയിഷാസ് കസിൻ ബ്രദർ ഹമീദ് കെയിം ടു ഹെർ ഹൗസ് ടു പ്ലേ. ഞായറാഴ്ച ഐഷയുടെ കസിനായിട്ടുള്ള ഹമീദ് അവരുടെ വീട്ടിൽ വന്നു കളിക്കാൻ വേണ്ടി. ആസ് സൂൺ ആസ് ഹി കെയിം ഹി ആസ്ക്ഡ് ഹിസ് aunt ടു മേക്ക് ഹിസ് ഫേവറേറ്റ് ശർക്കരപ്പാറ, എ സ്വീറ്റ് ഡിഷ്. വന്നുടനെ അവൻ അവൻ്റെ ആൻറ്റിയോട് പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശർക്കരപ്പാറ ഉണ്ടാക്കാനാണ്. അമ്മി സെഡ്, ലെറ്റ് മീ കം ബാക്ക് ഫ്രം ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരട്ടെ. ദെൻ ഐ വിൽ മേക്ക് സം ഫോർ യു. നിനക്ക് വേണ്ടി ഞാനത് ഉണ്ടാക്കിത്തരാം. എന്നിട്ട് വൈ ഡോണ്ട് യു ഹെൽപ്പ് മീ? നിങ്ങൾ എന്തുകൊണ്ട് എന്നെ സഹായിക്കുന്നില്ലേ? ടേക്ക് 2 glasses ഓഫ് വാട്ടർ ആൻഡ് പുട്ട് എ ബൗൾ ഓഫ് ഷുഗർ ഇൻ ഇറ്റ്. മിക്സ് ഇറ്റ് ടിൽ ഇറ്റ് ഡിസോൾവ്. നിങ്ങൾ 2 ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് അതിൽ ഷുഗർ ഇട്ടിട്ട്, ബൗൾ ഓഫ് ഷുഗർ ഇട്ടിട്ട്, ഒരു പാത്രം നിറയെ ഷുഗർ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ടിൽ ഇറ്റ് ഡിസോൾവ്. എപ്പോൾ വരെയാണ്? നല്ലപോലെ അലിഞ്ഞു ചേരുന്നവരെ. ഹമീദ് തോട്ട്, ലെറ്റ് മീ ഫിനിഷ് ദിസ് വർക്ക് ഫാസ്റ്റ്, ദെൻ ഐ വിൽ വാച്ച് TV. ഞാൻ പെട്ടെന്ന് ഈ ജോലി ചെയ്തിട്ട് ഞാൻ TV കാണാം. സജസ്റ്റ് സം വേസ് ടു ഹമീദ് ഫോർ ക്വിക്ക്ലി ഡിസോൾവിങ് ഷുഗർ. ഈ പഞ്ചസാര പെട്ടെന്ന് അലിയണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റിർ ദ മിക്സർ തറോലി, അല്ലേ? നല്ലപോലെ ഇളക്കുക, സ്റ്റിറിങ് ഇളക്കുക. വാം ദ മിക്സർ ഓവർ എ ഫ്ലെയിം. ഒരു ഫ്ലെയിം അല്ലെങ്കിൽ തീയുടെ മുകളിൽ വെച്ച് അത് ചൂടാക്കുക. ഡു ദിസ് എക്സ്പെരിമെൻറ്റ്. മേക്ക് ഗ്രൂപ്പ് ഓഫ് 4 ഫ്രണ്ട്സ്. 4 ഫ്രണ്ട്സ് വീതമുള്ള ഗ്രൂപ്പുകൾ തിരിക്കുക. നമ്മൾ നേരത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്ത പോലെ. ഫോർ ആൻ എക്സ്പെരിമെൻറ്റ് യു വിൽ നീഡ് 4 to 5 glasses ഫോർ ബൗൾസ്, സ്പൂൺസ്, വാട്ടർ ആൻഡ് ദ തിങ്സ് ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ. അതിന് വേണ്ടത് 4-5 ഗ്ലാസ്സുകൾ വേണം, അല്ലെ ബൗൾസ്, സ്പൂൺ വേണം, വെള്ളം വേണം, പിന്നെ ലിസ്റ്റിൽ തന്നിരിക്കുന്ന, ടേബിളിൽ തന്നിരിക്കുന്ന സാധനങ്ങൾ. ടേക്ക് സം വാട്ടർ ഇൻ ഈച്ച് ഗ്ലാസ്. എല്ലാ ഗ്ലാസ്സിലും 4-5 ഗ്ലാസ് എടുത്താൽ ആ 4-5 ഗ്ലാസ്സിലും വെള്ളം വേണം. നൗ ട്രൈ ടു ഡിസോൾവ് 1 thing ഇൻ 1 glass. ഒരു ഗ്ലാസ്സിൽ ഒരു സാധനം ഡിസോൾവ് ചെയ്യുക, അലിയിച്ചെടുക്കുക. ഒബ്സർവ് വാട്ട് ഹാപ്പൻ ആൻഡ് നോട്ട് ഇൻ ദ ടേബിൾ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്? സോൾട്ട്, സോയില്, ചോക്ക് പൗഡർ, 1 സ്പൂൺ മിൽക്ക്, ഓയിൽ, ഉപ്പ്, മണ്ണ്, ചോക്കുപൊടി,
ഒരു സ്പൂൺ പാല്, എണ്ണ. ഓക്കെ, ഇത് ഡസ് ഇറ്റ് ഡിസോൾവ് ഓർ നോട്ട്? സോൾട്ട് ഡിസോൾവ് ആകുന്നുണ്ടോ, അലിഞ്ഞ് ചേരുന്നുണ്ടോ വെള്ളത്തിൽ? യെസ്. സോൾട്ട് ആൻഡ് വാട്ടർ ഗുഡ് മിക്സ് ടുഗദർ കംപ്ലീറ്റ്ലി. വാട്ടർ റിമെയിൻസ് ട്രാൻസ്പെറൻറ്റ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല അതിനകത്ത് ഉപ്പ് കലർന്നിട്ടല്ലേ, ട്രാൻസ്പെറൻ്റ് ആണ്, നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. സോയിലോ, അത് ഡിസോൾവ് ആവുന്നില്ല, നോ, അത് അലിയത്തില്ല. ആൻഡ് സോയിൽ സെറ്റിൽ ഡൗൺ ഇൻ ദ ബോട്ടം, പാത്രത്തിനടിയിൽ ആ മണ്ണ് കിടക്കും. ആൻഡ് വാട്ടർ ബിക്കം മടി, വെള്ളം നോക്കിയാൽ കലങ്ങി മറിഞ്ഞ് കിടക്കും. ചോക്ക് പൗഡർ, ചോക്ക് പൊടി ഡിസോൾവ് ആവുന്നില്ല, നോ. ചോക്ക് പൗഡർ സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം, വാട്ടർ ബിക്കം വൈറ്റിഷ്. ഈ ചോക്ക് പൗഡറും അതുപോലെ തന്നെ താഴെ ആ പാത്രത്തിനടിയിൽ അടിഞ്ഞ് കിടക്കുകയും ചെയ്യും, ആ വെള്ളത്തിനൊരു വൈറ്റിഷ് കളർ വരികയും ചെയ്യും. 1 സ്പൂൺ മിൽക്ക്, പാല് വെള്ളത്തിൽ അലിയും, യെസ്. മിൽക്ക് ആൻഡ് വാട്ടർ ഗുഡ് മിക്സ്ഡ് ടുഗദർ കംപ്ലീറ്റ്ലി, വാട്ടർ ബിക്കം വൈറ്റിഷ്. വെള്ളത്തിൻ്റെ നിറം കുറച്ച് പാലിൻ്റെ നിറത്തിലേക്ക് വരും, പക്ഷേ ഇത് നന്നായിട്ട് മിക്സ് ആവും, നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റത്തില്ല പാൽ എന്തിയെ വെള്ളം എന്തിയെന്ന്. ഓയിലാണെങ്കിലോ നോ, വെള്ളത്തിൽ ഡിസോൾവ് ആകത്തില്ല. ഓയിൽ ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, വെള്ളത്തിന് മുകളിൽ ഓയിൽ പൊങ്ങിക്കിടക്കുന്ന കാണും. അപ്പം നമ്മൾ ഡിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലിഞ്ഞ് ചേരുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളവും നമ്മൾ അലിയിച്ച് ചേർത്ത സാധനവും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനോ കളർ കൊണ്ടോ ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ സോൾട്ട് വാട്ടർ ആണെങ്കിലും ഷുഗർ മിക്സ് ചെയ്ത ഷുഗർ സിറപ്പ് ആണെങ്കിലും എന്തുവാണെങ്കിലും വെള്ളം വേറെയും ഷുഗർ വേറെയുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ടെൽ, could you see the salt after it dissolve in water? If no, why? നിങ്ങൾ വെള്ളത്തിൽ ഉപ്പ് കലർത്തിയപ്പോൾ അത് അലിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സോൾട്ടിനെ? നോ. എന്താ കാര്യം? സോൾട്ട് കനോട്ട് ബി സീൻ ആഫ്റ്റർ ഇറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് കാണാൻ പറ്റത്തില്ല. ദിസ് ഈസ് ബിക്കോസ് സോൾട്ട് ഈസ് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ. എന്താണ് അതിന് കാരണം? സോൾട്ട്, ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിൽ സൊല്യൂബിളാണ്. സൊല്യൂബിൾ മീൻസ് അലിഞ്ഞു ചേരുന്ന വസ്തുവാണ്. ഡസ് ദാറ്റ് മീൻസ് നൗ ദ വാട്ടർ ഡസ് നോട്ട് ഹാവ് സോൾട്ട്? അതിനർത്ഥം അതിനകത്ത് സോൾട്ട് ഇല്ലെന്നാണോ? കാണാൻ പറ്റുന്നില്ല പക്ഷെ അതുകൊണ്ട് സോൾട്ട് ഇല്ലെന്നാണോ? ആണോ? ഇഫ് ഇറ്റ് ഹാസ് ദെൻ വേർ ഈസ് ദ സോൾട്ട്? എങ്ങനെയാണ് നമുക്ക് പറയുന്നത്? നോ, നമുക്ക് ഇല്ലെന്നല്ല പറയാൻ പറ്റുന്നത്, പിന്നെന്താ? ഇറ്റ് ഡസ് നോട്ട് മീൻ ദ വാട്ടർ ഡസ് നോട്ട് ഹാവ് സോൾട്ട്. വെള്ളത്തിൽ സോൾട്ട് ഇല്ലെന്നല്ല, ദ സോൾട്ട് ഈസ് ഡിസോൾവ് ഇൻ വാട്ടർ. സോൾട്ടിന് എന്ത് പറ്റി? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നു. വാട്ട് ഈസ് എ ഡിഫറൻസ് ഡിഡ് യു സീ ഇൻ വാട്ടർ വിത്ത് സോൾട്ട് ആൻഡ് ദ വാട്ടർ വിത്ത് ചോക്ക് പൗഡർ ആഫ്റ്റർ കീപ്പിംഗ് ഫോർ സം ടൈം? കുറച്ച് സമയം കഴിയുമ്പോൾ ഈ സോൾട്ട് വാട്ടറും ഈ ചോക്ക് പൗഡർ കലക്കിയ വെള്ളവും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താ വ്യത്യാസം? സോൾട്ട് മിക്സ്ഡ് കംപ്ലീറ്റ്ലി വിത്ത് വാട്ടർ, സോൾട്ട് ആണെങ്കിൽ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരും. വൈൽ ചോക്ക് പൗഡർ സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം, ചോക്ക് പൗഡർ എന്താ ചെയ്യുന്നത്? അതിൽ അലിഞ്ഞ് കിടക്കുന്നത് കാണാം. ഈ ചോക്ക് പൗഡർ അടിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യും, അടിഞ്ഞു കിടക്കും. വിച്ച് ഓഫ് ദ ടു വുഡ് യു ഏബിൾ ടു? അങ്ങനെയാണ് നമുക്ക് രണ്ടും കാണാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the two would you able to separate from water by straining with a cloth or salt or chalk powder? ഏത് വെച്ചാണ് നമുക്കൊരു ക്ലോത്തിലൂടെ അരിച്ചെടുക്കാൻ പറ്റുന്നത്? സോൾട്ട് വാട്ടറിനെയാണോ ചോക്ക് പൗഡറിനെയാണോ? വി ക്യാൻ സെപ്പറേറ്റ് ചോക്ക് പൗഡർ ഫ്രം വാട്ടർ ബൈ സ്ട്രെയിനിങ് വിത്ത് എ ക്ലോത്ത്. ഒരു തുണി ഉപയോഗിച്ച് അരിച്ചാൽ നമുക്ക് ചോക്ക് പൗഡറിനെ മാറ്റാം, പക്ഷേ സോൾട്ടിനെ മാറ്റാൻ പറ്റുമോ? ഇല്ല, അത് ഡിസോൾവ് ആയിപ്പോയി. While doing the experiment, Aisha and Hamid had an argument. ഈ എക്സ്പെരിമെൻ്റ് നടക്കുമ്പോൾ ആയിഷയും ഹമീദും തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടായി, ഒരു ചെറിയ ആർഗ്യുമെൻറ്റ്. ആയിഷ ഫെൽറ്റ് ദാറ്റ് ആഫ്റ്റർ സ്റ്റിറിങ് ഇറ്റ് ദ ഓയിൽ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഹമീദ് ഡിഡ് നോട്ട് എഗ്രി. ആയിഷ പറയുന്നുണ്ട്, ഈ പാത്രത്തിലെ വെള്ളത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചപ്പോൾ അത് ഇളക്കിയാൽ അത് അലിയുന്നുണ്ടെന്ന്. പക്ഷെ ഹമീദ് അത് എഗ്രി ചെയ്തില്ല, സമ്മതിച്ചില്ല. ഹി സെഡ്, ലുക്ക്, ടൈനി യെല്ലോ ഓയിൽ ഡ്രോപ്സ് ക്യാൻ സ്റ്റിൽ ബി സീൻ ഇൻ ദ വാട്ടർ. നോക്കിക്കേ, ചെറിയ മഞ്ഞ നിറത്തിലുള്ള ഓയിലിൻ്റെ പാച്ചസ്, ഓയിൽ നമുക്ക് അതിനകത്തിൽ കാണാൻ പറ്റും വെള്ളത്തിന് മുകളിലായിട്ട്. ആയിഷ സെഡ്, ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം ആൻഡ് ദെൻ സീ. നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. ഡു യു തിങ്ക് ദ ഓയിൽ ഗോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ?
വൈ ഡു യു തിങ്ക് സോ? ഈ എണ്ണ വെള്ളത്തിൽ അലിയുമോ? എണ്ണ വെള്ളത്തിൽ അലിയത്തില്ല. എന്താ കാര്യം? ഐ തിങ്ക് ദാറ്റ് ദ ഓയിൽ ഡിഡ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. എണ്ണ വെള്ളത്തിൽ അലിയത്തില്ല. ഓയിൽ ഫ്ലോട്ടിംഗ് ഓൺ ദ വാട്ടർ സർഫസ് മെയ്ഡ് മീ ടു തിങ്ക് സോ. വാട്ടർ സർഫസിന് മുകളിൽ ഓയിൽ ഫ്ലോട്ട് ചെയ്യും, പൊങ്ങിക്കിടക്കും. റേസിംഗ് ഡ്രോപ്സ്. ഐഷ പുട്ട് സം ഡ്രോപ്സ് ഓഫ് ഓയിൽ ഓൺ ദ ലിഡ് ഓഫ് ഹെർ ടിഫിൻ ബോക്സ്. ഐഷ എന്ത് ചെയ്തു? 2 ഡ്രോപ്പ് എണ്ണ അവിടെ പാത്രത്തിൻ്റെ ടിഫിൻ ബോക്സിൻ്റെ ലിഡിൽ അടപ്പിൽ ഒഴിച്ചു. നെക്സ്റ്റ് ടു ദാറ്റ് ഷീ പുട്ട് 2 ഡ്രോപ്സ് ഓഫ് വാട്ടർ. 2 തുള്ളി വെള്ളവും അവൾ ഒഴിച്ചു. 2 ഡ്രോപ്സ് ഓഫ് ഷുഗർ സൊല്യൂഷൻ. എന്നിട്ട് 2 തുള്ളി ഷുഗർ സൊല്യൂഷനും ഒഴിച്ചു. ഷീ ടിൽറ്റ് ദ ലിഡ്. ഷീ സോ സം ഡ്രോപ്സ് സ്ലിഡ് ഡൗൺ ക്വിക്ക്ലി വൈൽ സം വെയർ ലെഫ്റ്റ് ബിഹൈൻഡ്. ഇങ്ങനെ ഈ 3 ടൈപ്പ് വെള്ളവും ഡ്രോപ്സും ഒഴിച്ച് കഴിഞ്ഞിട്ട് അവൾ ആ ലിഡ് ചരിച്ച് പിടിച്ചപ്പോൾ ചില ലിക്വിഡ്, അതായത് ഈ 3 ഏതൊക്കെയാണ്? വാട്ടർ, ഷുഗർ സൊല്യൂഷന്, പിന്നെന്തായിരുന്നു? ഓയിൽ. ഇത് 3 ചിലത് വളരെ പെട്ടെന്ന് അങ്ങ് മൂവ് ചെയ്യുന്നു, ചിലത് വളരെ പതിയാണ് മൂവ് ചെയ്തത്. You also try to same and then tell which drop went ahead, why did they slide faster. ഏതാണ് മുന്നേ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതാണ്? The drop of water went ahead, slide faster. വെള്ളമാണ് പെട്ടെന്ന് മൂവ് ചെയ്യുന്നത്. Drops of oil or sugar syrup stick to the tiffin box. ഓയിലും ഷുഗർ സിറപ്പും ഒക്കെ എന്താ ചെയ്യുന്നത്? ആ ലിഡിൽ ഇങ്ങനെ പറ്റിയിരിക്കും, അത് പെട്ടെന്ന് മൂവ് ചെയ്യത്തില്ല. പിന്നെ ആരാണ് മൂവ് ചെയ്യുന്നത്? വെള്ളം വളരെ പെട്ടെന്ന് മൂവ് ചെയ്യും, അതിനധികം തിക്നെസ് ഇല്ല, അല്ലേ? കട്ടിയില്ല, വെള്ളം പെട്ടെന്ന് അങ്ങ് മൂവ് ചെയ്തു പോകും. വേർ ഡിഡ് ദ വാട്ടർ ഗോ? എവിടെ വെള്ളം പോകുന്നു നോക്കാം. വൺ ഡേ ഐഷാസ് മദർ പുട്ട് സം വാട്ടർ ടു ബോയിൽ ഓൺ ദ സ്റ്റവ് ഫോർ മേക്കിംഗ് ടീ. ഒരു ദിവസം ഐഷയുടെ അമ്മ ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചു, സ്റ്റവിൽ വെച്ചു. ഷീ ഗോട്ട് ബിസി വിത്ത് സംതിങ് ആൻഡ് ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. അവർ വേറെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് ആ കാര്യം മറന്നുപോയി, സ്റ്റവിൽ വെള്ളം ഇരിക്കുന്ന കാര്യം മറന്നുപോയി. വെൻ ഷീ റിമെമ്പേർഡ് ആൻഡ് കെയിം ടു ചെക്ക് ഷീ ഫോൺ വെരി ലിറ്റിൽ വാട്ടർ ലെഫ്റ്റ് ഇൻ ദ പാൻ. അവർ ഓർത്ത് വന്ന് നോക്കിയപ്പം എന്താണ്? വളരെ കുറച്ച് വെള്ളമേ ആ പാത്രത്തിലുള്ളൂ, എല്ലാം തിളച്ച് വറ്റിപ്പോയി. തിങ്ക് വേർ ഡിഡ് ദ വാട്ടർ ഗോ? എവിടെയാണ് വെള്ളം പോയത്? ദ വാട്ടർ ഇവാപ്പറേറ്റഡ് ആൻഡ് ടേൺഡ് ഇൻ ടു വേപ്പർ. ആ വാട്ടർ എന്താണ്? ആവിയായി പോയി, അല്ലേ? നീരാവിയായി പോയി. വൈ ഡിഡ് ചിട്ടി ബാബു ആൻഡ് ചിന്ന ബാബു കീപ് ദെയർ മാംഗോ ജെല്ലി ഇൻ ദ സൺ? ഇത് നമ്മൾ മാംഗോസ് ഇയർ റൗണ്ട് എന്ന ലെസണിൽ പഠിച്ചാണ്. ചിട്ടി ബാബുവും ചിന്ന ബാബുവും അവിടെ മാംഗോസ് ജെല്ലി സണ്ണിൻ്റെ, അതായത് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് വെച്ച്. എന്താ കാര്യം? അതിലെ വെള്ളമയം മുഴുവൻ വറ്റി ഇവാപ്പറേറ്റ് ചെയ്ത് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. They kept their mango jelly in the sun so that the water from the jelly could evaporate. As your house, what things are made by drying in the sun? സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയെടുക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും? പിക്കിൾസ്, പപ്പട, പൊട്ടറ്റോ ചിപ്സ്, അല്ലേ? ഇതൊക്കെ നമ്മൾ സൂര്യപ്രകാശത്തിലാണ് ഉണങ്ങിയെടുക്കുന്നത്. ഇനി വാട്ട് ഈസ് ഇവാപ്പറേഷൻ? ഇവാപ്പറേഷൻ എന്നൊരു വേർഡ് നമ്മൾ പഠിച്ചു. എന്താണ് ഇവാപ്പറേഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ചേഞ്ചിങ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ടു വേപ്പർ. വെള്ളത്തിനെ നമ്മൾ എന്തായിട്ട് മാറ്റുന്നു? വേപ്പറായിട്ട് മാറ്റുന്നു, നീരാവിയായിട്ട് മാറ്റുന്നു. നമ്മൾ അടുപ്പയിൽ വെള്ളം നിറയ്ക്കുമ്പോൾ കണ്ടില്ലേ, പുക പോലെ മേപ്പെട്ട് പോകുന്നു, അത് ആ വാട്ടർ വേപ്പറായിട്ട് മാറുന്നതാണ്. ദാറ്റ് ഈസ് ഇവാപ്പറേഷൻ. ദണ്ഡി മാർച്ച്. ദിസ് ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് ഇൻ 1930. 1930 നടന്ന ഒരു കഥയാണ്. ബിഫോർ ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്. ഫോർ മെനി ഇയേഴ്സ് ദ ബ്രിട്ടീഷ് ഹാഡ് മെയ്ഡ് എ ലോ ദാറ്റ് ഡിഡ് നോട്ട് അലോ പീപ്പിൾ ടു മേക്ക് സോൾട്ട് ദംസെൽസ്. അന്ന് ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു. എന്താ? നമുക്ക് സ്വന്തമായിട്ട് ഉപ്പുണ്ടാക്കാൻ കഴിയില്ല. ദേ ഹാഡ് ഓൾസോ പുട്ട് എ ഹെവി ടാക്സ് ഓൺ സോൾട്ട്. അതുപോലെ തന്നെ ഉപ്പിന് ഭയങ്കര നികുതിയും ഏർപ്പാടാക്കി. ബൈ ദിസ് ലോ ദ പീപ്പിൾ കുഡ് നോട്ട് മേക്ക് സോൾട്ട് ഈവൻ ഫോർ യൂസ് അറ്റ് ഹോം. അതുകൊണ്ട് തന്നെ ടാക്സ് കൂടുമ്പം സോൾട്ടിൻ്റെ വിലയും കൂടും. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതായി. ഹൗ ക്യാൻ എനിബഡി ലീവ് വിത്തൗട്ട് സോൾട്ട്? സോൾട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഗാന്ധിജി സെഡ്, ഹൗ ക്യാൻ എ ലോ
നോട്ട് അലോ അസ് ടു യൂസ് ഫ്രീലി വാട്ട് നേച്ചർ ഹാസ് ഗിവൻ. ഈ പ്രകൃതി തന്നിരിക്കുന്ന, ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന സാധനം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ലോ ഉണ്ടാക്കിയിരിക്കുന്നു. ആരാ പറഞ്ഞേ? ഗാന്ധിജി. ഹു ഈസ് ഗാന്ധിജി? ഫാദർ ഓഫ് നേഷൻ, ഫാദർ ഓഫ് അവർ നേഷൻ, നമ്മുടെ രാഷ്ട്രപിതാവ്. With several other people went on യാത്ര, a long walk from Ahmedabad to Dundee seashore in Gujarat to protest against this law. ഈ ലോയ്ക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറേ ആൾക്കാരെയും കൂട്ടി അഹമ്മദാബാദിൽ നിന്നും ദണ്ഡിയിലേക്ക് കാൽനടയായി പോയി. ഡു യു നോ ഹൗ സോൾട്ട് ഈസ് മെയ്ഡ്? എങ്ങനെയാണ് സോൾട്ട് ഉണ്ടാക്കുന്നത്? സോൾട്ട് ഉണ്ടാക്കുന്നത് സീയിലെ വെള്ളം, അതായത് ഉപ്പ് വെള്ളം വറ്റിച്ചാണ് സോൾട്ട് ഉണ്ടാക്കുന്നത്. സീയിലെ വെള്ളം എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ കണ്ണങ്ങളിലേക്ക് കയറ്റിയിടും. ഇങ്ങനെ ചെറിയ പാടങ്ങളിലേക്ക് ഈ വെള്ളം കയറ്റിയിട്ടിട്ട് സൺലൈറ്റ് കൊണ്ട് ഈ വെള്ളത്തെ ഉണക്കി അത് ഉപ്പാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. A shallow bed dug in the sand, water is allowed to dry in the sun. After the water dries, the salt remains in the ground. അങ്ങനെ ചെറിയ ചെറിയ പാടങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ട്, അതായത് ഇങ്ങനെ ചെറിയ സ്ക്വയർസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടിട്ട് അതിലേക്ക് വെള്ളം കയറ്റിയിടും. ഒത്തിരി ഡെപ്തിലല്ല, ചെറിയ കുഴികൾ പോലെ, ചെറിയ കുഴികൾ, ആഴമില്ലാത്ത കുഴികൾ. എന്നിട്ടത് സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയെടുക്കുമ്പോൾ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് സോൾട്ട് കിട്ടും. വാട്ട് വി ലേൺഡ്? യു ഹാവ് വാഷ്ഡ് യുവർ ഹാൻഡ്കർച്ചീഫ് ആൻഡ് യു വാണ്ട് ടു ഡ്രൈ ഇറ്റ് ക്വിക്ക്ലി. വാട്ട് ഓൾ ക്യാൻ യു ഡു? നിങ്ങളുടെ ഹാൻഡ്കർച്ചീഫ് നിങ്ങൾ നനച്ചു, അത് പെട്ടെന്ന് ഉണങ്ങാൻ എന്ത് ചെയ്യണം? അത് സ്ക്വീസ് ദ ഹാൻഡ്കർച്ചീഫ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് ഇൻ ദ സൺ. ഹാൻഡ്കർച്ചീഫ് പിഴിഞ്ഞിട്ട് സൂര്യപ്രകാശത്തിൽ വിരിച്ചിടുക. വാട്ട് ഡിഡ് യു ഡു? പുട്ട് ദ വാട്ടർ ടു മേക്ക് ടീ. വിച്ച് ഓഫ് ദോസ് തിങ്സ് ഡിസോൾവ് ഇൻ വാട്ടർ? നിങ്ങൾ ചായ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്? അതിൽ എന്തൊക്കെയാണ് വെള്ളത്തിൽ അലിയുന്നത്? ഫോർ മേക്കിംഗ് ടീ ഐ പുട്ട് ഷുഗർ, മിൽക്ക് ആൻഡ് ടീ ലീവ്സ് ഇൻ ദ വാട്ടർ. എന്തൊക്കെയാണ്? ചായപ്പൊടി വേണം, പിന്നെന്താ, പാലും പഞ്ചസാരയും വേണം അല്ലേ? ഷുഗർ ആൻഡ് മിൽക്ക് ഡിസോൾവ് ഇൻ വാട്ടർ. ഇതിനകത്തിൽ ഏതൊക്കെയാണ് വെള്ളത്തിൽ അലിയുന്നത്? ഷുഗറും മിൽക്കും. ലാസ്റ്റ് വൺ, യു ഹാവ് ബീൻ ഗിവൻ സം മിസ്റ്ററി പീസസ്, ദാറ്റ് ലംബ് ഓഫ് ഷുഗർ, അതായത് പഞ്ചസാരയുടെ കട്ടകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക. സജസ്റ്റ് സം വേസ് ടു ഡിസോൾവ് ദം ക്വിക്ക്ലി. അത് പെട്ടെന്ന് വെള്ളത്തിൽ അലിയാൻ എന്താ ചെയ്യുന്നത്? ക്രഷ് ദ മിസ്റ്ററി പീസസ് ഇൻ ടു ഫൈൻ പൗഡർ. ഷുഗറിൻ്റെ കട്ടകൾ നമ്മൾ പൊടിച്ച് വെള്ളത്തിൽ കലക്കുക. പുട്ട് ഇൻ വാട്ടർ ആൻഡ് സ്റ്റിർഡ് തറോലി. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. യു ക്യാൻ ഓൾസോ വാം ദ മിക്സർ ഓൺ ഫ്ലെയിം. ചെറിയൊരു ചൂട് അതിന് കൊടുക്കാം. അതല്ലെങ്കിൽ സ്റ്റൗവിലോ വല്ലതും വെച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കാം. ഇത്രയൊക്കെ നമുക്ക് ചെയ്താൽ പെട്ടെന്ന് എന്താവും? പഞ്ചസാര അലിഞ്ഞ് ചേരും. Okay, here ends our lesson. Thank you and have a nice day.